നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫറോക്കിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷതയുടെ പ്രോജ്വലമുഖമായിരുന്നു പ്രേം നസീറിന്റേതെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലയെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. ജീവിതത്തിൽ ഏത് മാർഗത്തിലും വിജയിക്കണമെങ്കിൽ ഇന്ദ്രിയാന്തകരണങ്ങൾ നിയന്ത്രിതമായിരിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഫറോക്കിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഫറോക്ക് പഴയ പാലത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫറോക്കിലെ ദീപാലംകൃതമായ പഴയ പാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഫറോക്കിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഫറോക്ക് പേട്ട ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റും ചെറുവണ്ണൂർ മേൽപ്പാലവും മീഞ്ചന്ത മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഫറോക്ക് പഴയ പാലത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തും. ഭാവിയിൽ സിഗ്നൽ സംവിധാനം നിർമ്മിത ബുദ്ധി വഴി നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യ ഏർപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കടന്നു വരുമ്പോൾ അലാറം മുഴങ്ങുകയും റെഡ് ലൈറ്റുകൾ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കത്തുകയും ചെയ്യും. കൂടാതെ ഈ വാഹനങ്ങൾ ഭാവിയിൽ AI ക്യാമറയിൽ പതിയും. ഇത്തരത്തിൽ ഐഗേറ്റ് സെൻസറിംഗ് സംവിധാനം എന്നിവ വഴി ഉയരം കൂടിയ വാഹനങ്ങൾ പാലത്തിലേക്ക് കടന്നു വരുന്നത് പ്രത്യേകം വിലക്കാൻ ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. ഇതിന് സഹായിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുക. ഇതിനെ ആകെ കോർത്തിണക്കിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടർ ശ്രീ സ്നേഹികുമാർ വലിയ നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. കലക്ടറെ പ്രത്യേകം ഈ വേളയിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള ഇപ്പോൾ AI ക്യാമറ സിസ്റ്റം ഭാവിയിൽ വരുന്നത് വരെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും ഗതാഗത തടസ്സം ഒഴിവാക്കാനായി ട്രാഫിക് സിഗ്നൽ സംവിധാനവും നടപ്പിലാക്കുന്നുണ്ട്. ഈ സിഗ്നൽ ലൈറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാക്കുവാനുള്ള പ്രവർത്തനവും ബന്ധപ്പെട്ടവർ നടത്തുന്നുണ്ട് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധ. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതനിരപേക്ഷതയുടെ പ്രോജ്വല മുഖമായിരുന്നു പ്രേം നസീറിന്റേതെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ പ്രേം നസീർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. പ്രേം നസീറിന്റെ 35ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ പ്രേം നസീർ അനുസ്മരണവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയുടെ പ്രോജ്വല മുഖമായിരുന്നു പ്രേം നസീറിന്റേതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എല്ലാ മതവിശ്വാസങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ പ്രോജ്വലമായ മുഖമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. ചലച്ചിത്ര തിരക്കഥാകൃത്ത് PR നാഥൻ അധ്യക്ഷനായിരുന്നു. വിവിധ വിഭാഗങ്ങളിലായി ചലച്ചിത്ര സംവിധായകരായ VM വിനു, അനീഷ് ഉപാസന, നിർമ്മാതാക്കളായ ഷെർഗ, ഷെഗ്ന, AV അനൂപ്, KG ബാബുരാജൻ, നടൻ ഷാനവാസ് ഷാനു, മാധ്യമപ്രവർത്തകൻ അജീഷ് അത്തോളി, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ രാഹുൽ മക്കട, സജി തറയിൽ, KP മാത്യു, ശശികല പണിക്കർ, ഹസൻ കോയ, ഗഫൂർ പൊക്കുന്ന്, ബാവ കുട്ടായി തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സംവിധായകൻ സമദ് മങ്കട, റഹീം പൂവാട്ടുപറമ്പ്, MV കുഞ്ഞാമു, ഫസൽ പറമ്പാടൻ,
ഗിരീഷ് പെരുവയൽ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലയെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. ഇപ്റ്റ സംഘടിപ്പിച്ച തോപ്പിൽ ബാസി കാമ്പിശ്ശേരി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടക പത്രപ്രവർത്തന മേഖലകളിലെ മഹാപ്രതിഭകളായ തോപ്പിൽ ബാസി, കാമ്പിശ്ശേരി കരുണാകരൻ എന്നിവരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ ജോയിന്റ് കൗൺസിൽ ഹാളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം സമൂഹത്തിന്റെ മൂല്യങ്ങൾ കവർന്നെടുക്കുകയും സാംസ്കാരിക മേഖലയെ അതിവേഗം കമ്പോളവൽക്കരിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയ സമൂഹം അധികാരവുമായി ബന്ധപ്പെട്ടാണുള്ളത്. അധികാരവുമായി ചേർന്ന് നിൽക്കുന്നവരും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നവരുമായ വിഭാഗങ്ങളായി അത് നിലകൊള്ളുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നവരെ, എന്നാൽ രാഷ്ട്രീയത്തെ സഹായിക്കുന്നത് ഏറ്റവും സജീവമായ ജീവിതം സമൂഹത്തിന് സമർപ്പിച്ചവരെ, അങ്ങനെയുള്ളവരുടെ ഇടം അല്ലെങ്കിൽ പ്രവർത്തനം കുറയുന്നു എന്നതാണ് ഇന്ന് പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ മേഖലയിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അതിനെ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്? അവരെന്ന് പ്രവർത്തിച്ച പോലെ ഇന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വേറൊരു സമൂഹമാണ്, വളർന്നൊരു സമൂഹമാണ്. ഒരർത്ഥത്തിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങളിലും അകത്തും പെട്ടുപോയി. ചടങ്ങിൽ ഇപ്റ്റ ദേശീയ വൈസ് പ്രസിഡന്റ് TV ബാലൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ OK മുരളീധരൻ, അനിൽ മാരാത്ത്, PK നാസർ, CP സദാനന്ദൻ, AG രാജൻ, PT സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവിതത്തിൽ ഏത് മാർഗത്തിലും വിജയിക്കണമെങ്കിൽ ഇന്ദ്രിയന്തകരണങ്ങൾ നിയന്ത്രിതമായിരിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. ധർമ്മ പ്രഭാഷണ പരമ്പരയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മ പ്രഭാഷണ പരമ്പരയിൽ സ്വാമി ചിദാനന്ദപുരി പ്രഭാഷണം നടത്തി. ധീരത എന്നാൽ അവിവേകം ചെയ്യലല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ധീരൻ എന്നാൽ സാഹസികനല്ല, മനസ്സിനെയും ബുദ്ധിയെയും സ്വാധീനത്തിൽ വെച്ചവനാണെന്നും നിയന്ത്രിക്കുന്നവനുമാണ് ധീരനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഖ്യയോഗോ പൃഥക് ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ പ്രവദന്തി. സാഖ്യയോഗങ്ങൾ, സാഖ്യവും യോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാലാഹ പ്രവദന്തി, കുട്ടികളാണ് പറയുന്നത്. ന പണ്ഡിതാഹ, പണ്ഡിതന്മാര് പറയില്ല. വല്ലാത്തൊരു വാക്യം. ബാലന്മാരെന്ന് പറഞ്ഞാൽ സാമാന്യ അർത്ഥം കുട്ടികളെന്നാണ്. ശാസ്ത്രത്തിൽ ബാലന്മാരെന്ന് പറഞ്ഞാൽ അവിവേകികളുടെ അർത്ഥം, വിവേകമില്ലാത്തവർ. അപ്പൊ സാഖ്യവും യോഗവും വേറെ വേറെയാണെന്ന് അവിവേകികളാണ് പറയുന്നത്, പണ്ഡിതന്മാർ പറയില്ല. അർത്ഥം എന്താ? സാഖ്യവും യോഗവും ഒന്നാണ്. ഭഗവാൻ എങ്ങനെ വാക്കുമാറിയാലോ? ഭഗവാൻ തന്നെ പറഞ്ഞതിന് വിരുദ്ധായത്. 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു. ഭഗവത്ഗീത 5-ാം അധ്യായം അധികരിച്ചാണ് പ്രഭാഷണം നടത്തുന്നത്. ചടങ്ങിൽ സംശയ നിവാരണത്തിനും അവസരം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കക്കോടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികൾ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാറമ്മൽ പുതിയടത്ത് താഴം റോഡ്, പറമ്പിൽപ്പള്ളി എടക്കണ്ടിയിൽ റോഡ്, പുറത്തോട് മൂത്തേടത്തുകുഴി റോഡ്, എളേടത്ത് തൈക്കണ്ടിയിൽ റോഡ്, കിരാലൂർ പടിഞ്ഞാറ്റുമുറി റോഡ് നവീകരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഒരു നാടിന്റെ വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിന്നയിടത്ത് നിന്ന് എല്ലാമായി എന്ന് പറയുന്ന ഒരു സമീപനത്തിന് പകരം നമുക്ക് ശേഷമുള്ള തലമുറയുണ്ട്, നമ്മുടെ കുട്ടികൾ. അവർക്ക് എന്താണ് വേണ്ടി വരിക? ഇപ്പം നമുക്ക് ഓട്ടോറിക്ഷ പോയാൽ മതി, പക്ഷേ നമ്മുടെ മക്കൾ വളർന്നു വലുതാകുമ്പം അവർക്ക് എന്താണ് വേണ്ടി വരിക? അതാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ വളരെ ആഹ്ലാദത്തിലാണ്. ഈ പദ്ധതിയുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ പുതുവത്സര സമ്മാനമായി കണക്കാക്കുകയാണ് ഞാൻ. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി സംഘടിപ്പിച്ച കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ നിർവഹിച്ചു. വാർഡ് അംഗം KT സാഹിദ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈതമോളി മോഹനൻ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഴത്തയിൽ ജുമൈലത്ത് ആദരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ ജയരാജൻ പറമ്പത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK പ്രേമവല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കാൻ പ്രധാനമന്ത്രി തന്നെ ശ്രമിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ബേപ്പൂർ നടുവട്ടം പേരോത്ത് രാജീവൻ രക്തസാക്ഷി ദിനാചരണത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ നടുവട്ടം പേരോത്ത് രാജീവൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPIM ഫറൂഖ് ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയിലെ മഹത്തായ തത്വങ്ങളെ അവഗണിച്ചാണ് പ്രധാനമന്ത്രി പള്ളി പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ CPIM ഉടൻ നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിന് നയം വ്യക്തമാക്കാൻ 1 മാസം വേണ്ടി വന്നു. സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ രാമക്ഷേത്രം പണിത് രാമഭക്തന്മാർക്ക് സമർപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിഷേധമാണത്. മതനിരപേക്ഷതയുടെ ലംഘനമാണത്. ഒരു പ്രധാനമന്ത്രി എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട്. ഭാഷകളും പ്രാദേശിക ചിന്തകളും ഒക്കെ നടന്നു നിൽക്കുന്നതാണ് ഇന്ത്യൻ സമൂഹം. എത്രയോ ഭാഷകളുണ്ട്. ഒരു ചെറിയൊരു തീപ്പൊരി വീണാൽ ആടിക്കത്തും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ മതനിരപേക്ഷതയാണ് ഇന്ത്യൻ സംസ്കാരം. ആ മതനിരപേക്ഷതയെ തകർത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. CPIM ഏരിയ സെക്രട്ടറി T രാധാഗോപി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി PA മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം VKC മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഡയറ്ററ്റിക്സ് ദിനാചരണം കോഴിക്കോട്ട് നടന്നു. ഇതോടൊപ്പം കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറം NGO ട്രസ്റ്റും പ്രവർത്തനം തുടങ്ങി. ചടങ്ങിൽ പ്രശസ്ത ഡയറ്റീഷ്യന്മാരെ ആദരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ചാന്ദിനി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സീനിയർ ഡയറ്റീഷ്യന്മാരായ ഡോക്ടർ ലീന സജു, മിനി മേരി പ്രകാശ് എന്നിവരെ ആദരിച്ചു. പോഷകാഹാരത്തിന്റെയും ആരോഗ്യകരമായ ജീവിതത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു. പ്രശസ്ത ഡയറ്റീഷ്യന്മാരും ഈ മേഖലയിലെ വിദഗ്ധരും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പരിപാടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം പ്രൊഫസർ ആൻഡ് HOD ഡോക്ടർ ചാന്ദിനി R ഉദ്ഘാടനം ചെയ്തു. Algorithm kept, in fact, our work, and I was completely involved into it. Before COVID and all came as part of it because we are in the government setup, so we'll have to do whatever comes. But ultimately, my passion is patient care and diabetes management, that too in a government hospital. So you will imagine what will be the situation
We are not privileged to have anyone with us. And I always feel envy for those private hospitals where they have a huge number of healthcare. CNF അംഗങ്ങൾ എഴുതിയ ലേഖനങ്ങളെ കോർത്തിണക്കി ഉണ്ടാക്കിയ പോഷണയാത്ര പോഷക വിദഗ്ധരിൽ നിന്നും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. CNF പ്രസിഡന്റ് ഷെറിൻ തോമസ് അധ്യക്ഷയായിരുന്നു. ട്രഷറർ ഡോക്ടർ ശ്രീപ്രിയ ഷാജി, വൈസ് പ്രസിഡന്റ് ജ്യോതി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി ഉമാ കല്യാണി, സോണിയ കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗീതം, നൃത്തം, ഗെയിമുകൾ എന്നിവ ചേർത്തിണക്കിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദേശ മലയാള എഴുത്തുകാർക്ക് കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദി സ്വീകരണം നൽകി. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി നിർമ്മലയ്ക്കും കാലിഫോർണിയയിൽ നിന്നുള്ള ലൈല അലക്സിനുമാണ് സ്വീകരണം ഒരുക്കിയത്. കവി PK ഗോപി ഉപഹാരങ്ങൾ നൽകി. ദർശനം സാംസ്കാരിക വേദി MN സത്യാർത്ഥി ഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ PK ഗോപി എഴുത്തുകാരി നിർമ്മലയ്ക്കും ലൈല അലക്സിനും അംഗത്വ ഫലകം കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യമില്ല. ആ മഹാസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എഴുത്തുകാരനായ MG പറഞ്ഞത്. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. അതാണ് ഇന്ന് ചർച്ച. അങ്ങനെ ഒരാൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഉള്ളം കിടിലം കൊള്ളുമായിരുന്നില്ല. രാഷ്ട്രീയ നിർവഹിക്കുമായിരുന്നില്ല. ആശയം കൊല്ലിക്കുമായിരുന്നില്ല. വാക്കിൽ അഗ്നി പ്രകാശിക്കുമായിരുന്നില്ല. എഴുത്തുകാരന് സാധ്യത ബോധ്യപ്പെട്ടില്ലേ? വലിയ എഴുത്തുകാർക്ക് ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു ജനതയെ ഇളക്കി മറിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തയെ മതിക്കാൻ കഴിയും. അത് കഴിയണ്ടേ? വാക്കിന്റെ മഹാശക്തിയാണ് അത്. എഴുത്തുകാരൻ M പ്രശാന്ത് കോന്നി, ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ മിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ലൈല അലക്സും നിർമ്മലയും മറുപടി പ്രസംഗം നടത്തി. ലൈല അലക്സ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത T പത്മനാഭന്റെ കഥകൾ, ലതാലക്ഷ്മിയുടെ നോവൽ, തിരുമുകൾ ബീഗം എന്നിവ ദർശനം ഗ്രന്ഥശാലയ്ക്ക് കൈമാറി. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MA ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചിത്രാഞ്ജലിയുടെ 37ാം നഴ്സറി കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. മലബാർ പാലസിൽ നടന്ന യോഗത്തിൽ ചിത്രാഞ്ജലി കോർഡിനേറ്റർ P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി PV ചന്ദ്രനെയും ചെയർപേഴ്സണായി ഡോക്ടർ മിലി മോണിയെയും ജനറൽ കൺവീനറായി P രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളെ K നൌഷാദ് പരിചയപ്പെടുത്തി. കലോത്സവത്തിന്റെ ബജറ്റ് ട്രഷറർ TC ബസന്ത് അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ത്രിദീപ് കുമാർ, അഡ്വക്കേറ്റ് M രാജൻ, C രമേശ്, മാനുവൽ ആന്റണി, ഡോക്ടർ ആശാ സുകുമാരൻ, വനിതാ വിംഗ് കൺവീനർ വഹീദ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫീസ് ഹോട്ടൽ മലബാർ പാലസിൽ ഷെറിൻ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയിരങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ ചടങ്ങിൽ സഫേർ സെൻട്രൽ സ്കൂളിന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗോവ ഗവർണർ PH ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗശേഷി രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വിനിയോഗിക്കണമെന്ന് ഗവർണർ പറഞ്ഞു. സഫേർ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഗോവ ഗവർണർ PH ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ കൂടി കണ്ടെത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗഹാർദ്ദമാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. ഇത് തകർക്കപ്പെടാൻ പാടില്ല. ഇക്കാര്യത്തിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ഈ മഹാസ്ഥാപനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒരു കുടുംബത്തെ പോലെ ഇതിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ സ്ഥാപനം ഉയരുമ്പോൾ ഒരിക്കലും ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനെ മറക്കാതെ, ഒളവണ്ണക്കാരെ മറക്കാതെ അത് മുന്നോട്ട് പോകുമെന്ന
ശുഭപ്രതീക്ഷയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ നിസാർ ഒളവണ്ണ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ബാബു പറശ്ശേരി, MC മായിൻ ഹാജി, A ഷിയാലി, പവിത്രൻ പനിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ഒരു വർഷം നീളുന്ന വാർഷികാഘോഷ പരിപാടികളിൽ ജീവകാരുണ്യ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹപൂർവ്വം കൈത്താങ്ങ് പദ്ധതിക്ക് കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിർധനർക്കുള്ള സാമ്പത്തിക സഹായം, ആദിവാസി കോളനികൾ സന്ദർശിച്ചിട്ടുള്ള ഭക്ഷണ കിറ്റ് വിതരണം, മരുന്ന് വിതരണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം എന്നിവയും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ശാസ്താപ്രീതി മഹോത്സവത്തിന്റെ ഭാഗമായി ശാസ്താ ഭജന, ശാസ്താ സദ്യ എന്നിവ ഭക്തി നിർഭരമായി നടന്നു. ശാസ്താ ഭജനയിലും ശാസ്താ സദ്യയിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച പൂജാതി കർമ്മങ്ങളിൽ മഹാന്യാസ പുരസ്സരം, രുദ്രാഭിഷേകം, വേദപാരായണ സമാപ്തി, തൈത്തരീയ ഉപനിഷത്ത് പാരായണം, ക്രമാർച്ചന എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ NK വെങ്കിടാചലവാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരോഹിതന്മാരായ രഘുവാദ്യാർ, വെങ്കിട്ടരാമവാദ്യാർ, ശ്രീരാം ഖനപാടികൾ, രാഹുൽ ശർമ്മ, കൃഷ്ണമൂർത്തി വാദ്യാർ, ശ്രീനാഥ് ശർമ്മ, ശങ്കര ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കൊച്ചി സത്സംഗത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ശാസ്താ ഭജന ഭക്തി നിർഭരമായിരുന്നു. ഇടപ്പള്ളി ഗായത്രി ഭജന മണ്ഡലിയുടെ കാർമ്മികത്വത്തിൽ വഞ്ചിപ്പാട്ട്, വായ്പാട്ട്, സമ്പ്രദായ ഭജന, ദിവ്യനാമം, ഉഞ്ചവൃത്തി ഭജന, പൂർണ്ണ പുഷ്കരാംബ സമേത ഹരിഹരപുത തിരുക്കല്യാണം എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് P ധർമ്മരാജൻ, സെക്രട്ടറി AS വിവേകാനന്ദൻ, വൈസ് പ്രസിഡന്റ് R വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫറൂഖിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷതയുടെ പ്രോജ്വലമുഖമായിരുന്നു പ്രേം നസീറിന്റേതെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലയെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. ജീവിതത്തിൽ ഏത് മാർഗത്തിലും വിജയിക്കണമെങ്കിൽ ഇന്ദ്രിയാന്തകരണങ്ങൾ നിയന്ത്രിതമായിരിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.